يا الله بها يا الله بحسن الخاتمة അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ റഹ്മാനേ. ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവ് അല്ലാഹുവേ നീ പൊരുത്തപ്പെട്ട നിന്റെ അടിയാറുകളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്, ഹൃദയം നന്നാക്കണേ അല്ലാഹ്. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഓരോരുത്തരും ഖൽബിൽ കരുതിയിരിക്കുന്ന ഒരുപാട് നിയ്യത്തുകൾ, ആ നിയ്യത്തുകളെല്ലാം നീ പൂർത്തിയാക്കണേ അല്ലാഹ്. എല്ലാ വിഷമതകളും നീ പരിഹരിക്കണേ അല്ലാഹ്. എല്ലാവരെയും ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് നീ ഉയർത്തണേ റഹ്മാനേ. അല്ലാഹുവേ സർവ ഖൈറിന്റെ വാതിലുകളും നീ തുറക്കണേ അല്ലാഹ്. എല്ലാ ഷർറുകളും നീ നീക്കിത്തരണേ റഹ്മാനെ. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ ഐബാക്കല്ല അല്ലാഹ്, ഞങ്ങളെ നീ വഷളാക്കല്ലേ റഹ്മാനെ. ദീർഘായുസ് തരണേ അല്ലാഹ്. ആമീൻ പറയുന്ന സർവ്വ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ, ഞങ്ങളുടെ കൂടെ ഈ മജ്ലിസിൽ പങ്കെടുത്ത നല്ലവരായ മദനീയം കുടുംബം എല്ലാവർക്കും നീ ദീർഘായുസ് തരണേ അല്ലാഹ്. ആഫിയത്ത് തരണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാനിലെ രാവ് ദുആ കൊണ്ട് പുണ്യമേറിയ രാവാണല്ലോ, ദുആഇന് ഇജാബത്തുള്ള രാവാണല്ലോ. ഒരുപാട് കാര്യങ്ങൾ നിന്നോട് ഞങ്ങൾക്ക് എണ്ണി ചോദിക്കാനുണ്ട് അല്ലാഹുവേ. ഞങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചോദിക്കാനുണ്ട്. ശരീരത്തിന്റെ ആഫിയത്ത്, കണ്ണിന്റെ കാഴ്ച, ഡയാലിസിസ് ചെയ്യുന്നവരുടെ വിഷമങ്ങളെ, രോഗങ്ങളെ, ശരീരത്തിന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, വയറ്റിലുള്ള പ്രശ്നങ്ങള്, അൾസർ സംബന്ധമായ പ്രശ്നങ്ങള്, ശരീരവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും അനുഭവിക്കുന്ന പല വിഷയങ്ങളിലും നിന്നോട് പലതും ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എത്ര ചോദിച്ചാലും അത് പൂർണ്ണമാവുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ചോദിക്കാതെ തന്നെ അല്ലാഹുവേ ഞങ്ങളെ ശരീരം അറിയുന്നവനാണല്ലോ നീ, ഞങ്ങളെ ശരീരത്തിന്റെ അവയവങ്ങളെ കുറിച്ച് അറിയുന്നവനാണല്ലോ നീ. അല്ലാഹുവേ ഒന്നും നിന്റെ മുന്നിൽ തഫ്സീലായി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ണിൻ്റെത്, കാതിൻ്റെത്, ചെവിയുടേത് അങ്ങനെ പറഞ്ഞ്, ശരീരത്തിലെ കിഡ്നിയുടേത്, കരളിൻ്റേത്, അങ്ങനെ കൈകാലുകളുടേത് ഒന്നും എണ്ണി നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഞങ്ങളിത് പറഞ്ഞു പോകുന്നത്. പക്ഷെ നിനക്കത് ആവശ്യമില്ലല്ലോ അല്ലാഹ്. നിനക്കറിയാമല്ലോ അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും, ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരെ നിനക്കറിയാമല്ലോ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ആരാണെന്നും നിനക്ക് അറിയാമല്ലോ അല്ലാഹ്. വീണ്ടും വീണ്ടും ഞങ്ങളതൊക്കെ പറഞ്ഞു പോകുന്നത് ഞങ്ങളെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. പക്ഷേ നിന്റെ മുന്നിൽ അത് ആവശ്യമില്ലല്ലോ. ആ റബ്ബായ നീ ഞങ്ങളുടെ ശാരീരികമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണേ അല്ലാഹ്, പരിഹരിക്കണേ അല്ലാഹ്, പരിഹരിക്കണേ അല്ലാഹ്. ഒരു മാരകമായ രോഗവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന്റെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ക്യാൻസർ തരല്ല അല്ലാഹ്, ട്യൂമർ തരല്ല അല്ലാഹ്, ന്യൂമോണിയ തരല്ലേ അല്ലാഹ്. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും കാർന്ന് തിന്നുന്ന മഹാമാരകമായ രോഗമായ ഷുഗർ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. ഷുഗർ രോഗം നീ നോർമലാക്കണേ അല്ലാഹ്. ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും തൗഫീഖും ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. പ്രഷർ തരല്ലേ അല്ലാഹ്, ഹൈ പ്രഷർ തരല്ലേ അല്ലാഹ്.
കിടത്തത്തിലാക്കല്ലേ അല്ലാ, കിടത്തത്തിലാക്കല്ലേ അല്ലാ, കിടത്തത്തിലാക്കല്ലേ അല്ലാ. ഒരു ദിവസം പോലും കിടക്കുന്നത് ഞങ്ങൾക്ക് കഴിയൂല അല്ലാ. എത്ര വലിയ പണമുണ്ടായാലും എത്ര സൗകര്യമുണ്ടായാലും ഒന്ന് കിടന്നുപോയാൽ നോക്കുന്നവര് കൂടെയുണ്ടാകും. എത്ര കാലം നോക്കും? അല്ലാ, ഒരു മാസം നല്ല ഭംഗിയായി നോക്കിയെന്ന് വരാം. 2 മാസം കഴിയുമ്പോൾ, 3 മാസം കഴിയുമ്പോ, മാസങ്ങൾ കഴിയുമ്പോ കോലം മാറുന്നു, രൂപം മാറുന്നു, മാനസികമായി മടുക്കുന്നു, വെറുക്കുന്നു. എത്ര വലിയ പണം കൊടുത്തിട്ട് ആള് നിർത്തിയിട്ടും കാര്യമില്ല. കിടത്തത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമാണ്. അങ്ങനെ നല്ല ഉമ്മാനെ ഉപ്പാനെ നോക്കുന്ന മക്കളുണ്ട്, അൽഹംദുലില്ലാഹ്. അവര് നല്ല മക്കളാണ്, നല്ല മക്കളാണ്, സംശയമില്ല. പക്ഷേ അപ്പോഴും എപ്പോഴെങ്കിലും ഒന്ന് കൽബിന്റെ ഉള്ളിൽ ഒരു പക്ഷേ തോന്നിപ്പോയാലോ, ഇത്ര കാലമായി ഞാൻ ഇങ്ങനെ നോക്കുന്നു, ഒന്ന് ഇയാള് മരിച്ചിരുന്നെങ്കിലോ എന്ന് എപ്പോഴും കൽബിൽ വന്നു പോയാലോ. അതുകൊണ്ട് റബ്ബേ, നിന്നോട് ഞങ്ങൾ താണുകയാണ് ചോദിക്കുന്നു അല്ലാ, ഞങ്ങൾ ആരെയും നീ കിടത്തത്തിലാക്കല്ലേ അല്ലാ. കൈകാലുകൾ മുറിഞ്ഞ് ശരീരത്തിന് നടക്കാൻ കഴിയാതെ കിടത്തത്തിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ തരല്ല അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് കൊടുക്കല്ലേ അല്ലാ, ഞങ്ങളെ മക്കൾക്ക് നൽകല്ലേ അല്ലാ, ഭാര്യ ഭർത്താക്കന്മാർക്ക് നൽകല്ലേ അല്ലാ, കുടുംബത്തിൽ മദനീയം കുടുംബത്തിൽ ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ. കിടക്കാതെ ഒരു ബുദ്ധിമുട്ട്, ആർക്കും ഒരു ബുദ്ധിമുട്ടുമാകാതെ മരിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ആമീൻ പറയുന്നവരിലുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ട്, മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ട്. സിഹർ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ഐന് കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ഹസദ് കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, അയൽവാസികളുടെ ശർറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങൾ, ചതിയന്മാരുടെ ചതി, പല നിലക്കുള്ള മാനസികമായ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, നീ പരിഹാരം നൽകണേ അല്ലാ.